കൈകളിലുള്ള ശുക്ലങ്ങളുണ്ടല്ലോ, ഈ ശുക്ലങ്ങൾ നാളെ ആഖിറത്തിൽ നിന്റെ കൈകൾ ഹാജരാകുമ്പോ നിന്റെ കൈകളിലൂടെ ഒലിച്ചുപോയ ശുക്ലങ്ങൾ ഈ വിരൽ തുമ്പിൽ കുട്ടികളെ പോലെ കിടന്നിട്ട് ഉപ്പാ 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 ഉമ്മ എന്ന് വിളിക്കുമ്പോ ഇതെങ്ങനെ ഉണ്ടായ കുട്ടികളാണ് ഉമ്മയാണെന്ന് ചോദിക്കേണ്ടി വരും. എന്താണ് ഈ ഉസ്താദ് ഈ പറയണത്? ഞാൻ എൻ്റെ കൈമക്ക് ഇങ്ങനെ നോക്കി, യാ ഖുദാ. സ്ത്രീകൾ കൃഷിയിടവാ എന്ന് നാഴികയ്ക്ക് 40 വട്ടം വിളിച്ചു പറയുന്നുണ്ട്. പക്ഷെ കൊച്ചുണ്ടാവുന്ന എങ്ങനെയാണെന്ന് അറിയത്തില്ല. അതായത് ശുക്ലം കൈ പറ്റിയ ഉപ്പാ 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 എന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞിട്ട് കൊച്ചുങ്ങൾ ഉണ്ടാവും പോലും, കൊച്ചുങ്ങൾ മഷറയിൽ പുറകെ നടക്കും പോലും. അണ്ടവും ബീജവും കൂടെ ഒരുമിച്ച് അത് ഫിക്സ് ചെയ്തിട്ടാണ് ഈ എംബ്രിയോ എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടാവുന്നതെന്ന് ഏതാണ്ട് ഒരു 7ാം ക്ലാസ് പഠിക്കുന്ന കൊച്ചിന് വരെ അറിയാം. CBSE ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 6-5 തൊട്ടൊക്കെ പിള്ളേർക്ക് മനസ്സിലാവും. പോട്ടെ, ഇനി കേരള സിലബസോ ഏത് സിലബസ് ആയിക്കോട്ടെ, നിങ്ങൾ ഈ പഠിച്ചോന്റെ പേരിലാണല്ലോ പിന്നെ ആൾക്കാരെ ഇങ്ങനെ പിന്നെ എന്താ പറയുന്നത് ഭയപ്പെടുത്തി നിങ്ങൾ ഇങ്ങനെ ഇതുപോലത്തെ കുക്ക്ഡപ്പ് സ്റ്റോറീസ് ഉണ്ടാക്കാനുള്ള പ്രചോദനം എന്താണ്? ആളുകൾ പേടിക്കണം അതിന് വേണ്ടിയിട്ടല്ലേ. എടോ, പടച്ചോന് മഹ്ശറയിൽ വിചാരണ ചെയ്യാനായിട്ടുള്ള ഒരു ശാന്തമായ ഒരു അന്തരീക്ഷമെങ്കിലും നിങ്ങളൊന്ന് ഉണ്ടാക്കി കൊടുക്കുക. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ലോകം ഉണ്ടായത് മുതൽ ഇനി അവസാനിക്കുന്നവരുള്ള ആളുകൾ മഹ്ശറയിൽ വന്നു കഴിഞ്ഞാൽ ആ ആളുകളിൽ ഏതാണ്ട് ഒരു 90% അല്ലെങ്കിൽ 98% ആളുകളും ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരാണ്. അപ്പൊ ഇവരുടെ ഉരുതുള്ളി ശുക്ലം എന്ന് പറയുമ്പോഴത്തേക്കും ആ ഉരുതുള്ളി ശുക്ലത്തിൽ നിന്ന് ഒരുപാട് ബീജങ്ങൾ ഉണ്ടാവും. ഈ ബീജങ്ങളെല്ലാം കൂടെ ഉപ്പാ എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് ഇതുപോലെ മഹ്ശറയിൽ ഓടി നടന്നിട്ടുണ്ടെങ്കിൽ പടച്ചോൻ എങ്ങനെയാണോ നിങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് നരകത്തിലേക്ക് പറഞ്ഞു വിടാൻ പറ്റുന്നത്? എങ്ങനെ അതൊരു എന്തിനാണ് അവിടെ ആ നടക്കുന്ന ആ ഒരു പരിപാടി നിങ്ങൾ ഇന്ററപ്റ്റ് ചെയ്യുന്നത് എന്തിനാണ്? പടച്ചോൻ അങ്ങേയറ്റം നിങ്ങളോട് കോപിക്കും ഇമാതിരിയുള്ള പിന്നെ ബ്ലണ്ടർ വിളിച്ച് പറയുന്നതിന്. ഞാനൊരു കാര്യം പറയട്ടെ, മതത്തിൽ പെട്ട ആളുകള് മതത്തിൽ ഇതുപോലുള്ള കാര്യങ്ങൾ വിളിച്ചു പറയുമ്പോഴത്തേക്കും ഇത് തെറ്റാണ് ഇങ്ങനല്ല, ഇങ്ങനെ പറയല്ലേ എന്ന് വിളിച്ചു പറയുമ്പോഴത്തേക്കും ആ പിന്നെ തെറ്റാണെന്ന് വിളിച്ചു പറയുന്ന ആളുകളെയാണ് ലക്ഷ്യം ചെയ്യാൻ വരുന്നത്. നീ ആരാടി ഇത് പറയാനായിട്ട്? നീ എന്താടി? നീ ഏത് മതത്തിൽപ്പെട്ടോളാടി? നീ അങ്ങനെയാണ്, നിന്റെ പേര് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് നീ ആ മതത്തിൽ. എന്റെ വിശ്വാസത്തിന്റെയും ഇടയ്ക്ക് ഞാൻ ഒരുത്തിയെയും ഞാൻ കൊണ്ടുവരാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. എന്റെ ഈമാൻ അളക്കലല്ല നിങ്ങളുടെ ജോലി എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ ജനിച്ചു വളർന്ന മതത്തിൽ ഇമാതിരിയുള്ള അനാചാരങ്ങള് പിന്നെ പൊട്ടത്തരങ്ങൾ വിളിച്ചു പറയുമ്പോൾ അത് പൊട്ടത്തരമാണെന്ന് വിളിച്ചു പറയാനായിട്ട് എനിക്ക് പറ്റണം. അത് ഞാൻ എത്ര ഒറ്റപ്പെട്ടാലും എന്നെ എത്ര കുറ്റപ്പെടുത്തിയാലും ശരി. കാര്യം ഞാൻ വളർന്ന മതത്തിനെയാണ് മറ്റുള്ള മതക്കാരെ നോക്കിയിട്ട് ചിരിക്കുന്നത്. എന്ത് മണ്ടത്തരാണ് ഇവന്മാരൊക്കെ വിളിച്ചു പറയുന്നത്. ഈ മുസ്ലിംസിന്റെ ഇടയ്ക്ക് പെടുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് ഈ സ്പിരിച്വൽ നാർസിസം എന്ന് പറയുന്നത്. അതായത് ഇവരൊക്കെ ഏതോ പടച്ചോന്റെ പിന്നെ ഇങ്ങനെ ഈ അപ്പുറത്തും ഇപ്പുറത്തും സീറ്റിട്ടിരിക്കുന്ന ആൾക്കാർ, അതായത് അടുത്ത ആൾക്കാര് പിന്നെ ഈ കുറച്ചുകൂടി ഒരു പ്രോഗ്രസീവ് ആയിട്ട് ചിന്തിക്കുന്ന ആളുകളോ അല്ലെങ്കിൽ അവനവന്റെ ഒരു വേഷത്തിൽ നടക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളോ അല്ലെങ്കിൽ മനുഷ്യത്വത്തിന് മുൻഗണന കൊടുത്ത് ആളുകളെ സമീപിക്കുന്ന ആളുകളോ ഒക്കെ ഇവർക്ക് പുച്ഛമായിരിക്കും. ഇവർക്ക് കാണേണ്ടത് മൊത്തം മൂടിപ്പൊതിച്ച് നടക്കുന്നുണ്ടോ, നീ 5 നേരം നിസ്കരിക്കുന്നുണ്ടോ, നീ ഞങ്ങൾ കാണിക്കുക സക്കാത്ത് കൊടുക്കുന്നുണ്ടോ, ഇങ്ങനെയുള്ള ആളുകളാണ്. അതായത് ഷോ ഓഫ് ആണ് ഇവർക്ക് വേണ്ടത്. ഈ ഷോ ഓഫ് കാണിച്ചാൽ ഇവരൊക്കെ നല്ലവരായി. എത്രയോ ആളുകളാണോ പർദ്ദ ഇട്ടിട്ടും പിന്നെ പിന്നെ എന്താ പറയുക ഈ താടി നീട്ടി വളർത്തി വെള്ളയിട്ട് തലയിൽ തൊപ്പിയും വെച്ച് പിന്നെ എത്രയോ ആളുകളാണ് പിന്നെ ഓരോരോ ക്രൈംസിൽ ചെന്നപ്പെടുന്നത്. എത്ര ആളുകൾ. അപ്പൊ വേഷത്തിലല്ല കാര്യം എന്നുള്ളത് ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കി. ഇമ്മാതിരി വിവരക്കേട് വിളിച്ചു പറയുന്നവരൊക്കെ കല്ലെറിഞ്ഞ് ഓടിക്കും നിങ്ങൾ. അതാണ് നിങ്ങളൊക്കെ ചെയ്യേണ്ടത്.